കീമിൽ പുതിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ പറയുന്നത്. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ ആ നിയമം മാറ്റണം. നിലവിലെ കീമിലെ ഘടന കേരള സിലബസ് വിദ്യാർത്ഥികൾക്കെതിരാണ്. പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ടു പോയതിൽ മനോവിഷമമുണ്ടായെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സിറ്റുവേഷൻ നോക്കേണ്ട കാര്യമില്ല. ഒരു ദോഷം ഇപ്പോൾ 2 ടീമുണ്ടെങ്കിൽ ആ ടീമിൽ ഒരു ടീമിനെ ബാധിക്കുകയാണെങ്കിൽ അത് നിയമം കൊണ്ട് മറ്റൊരു ടീമിനെ ദോഷമായി ബാധിക്കുകയാണെങ്കിൽ ആ നിയമം മാറ്റണം. അല്ലാതെ നമ്മൾ നിയമം ഉണ്ടാക്കി ഫെബ്രുവരിയിൽ പ്രോസ്പെക്ടസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അതിനൊരിക്കലും ബാധിക്കരുത്. ഇതിപ്പോൾ ഞങ്ങളുടെ അഭിപ്രായം, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിലേക്ക് ഞങ്ങൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വിവരങ്ങളുമായി ഹാൻസ് ജോൺ ആണ് ചേരുന്നത്. ഹാൻസ്, വിദ്യാർത്ഥികളുടെ ആശങ്കകളാണ് അവർ പങ്കുവെക്കുന്നത്. അത് തികച്ചും ന്യായീകരിക്കാവുന്ന നീതിപൂർവമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇക്കാര്യത്തിൽ സർക്കാർ എങ്ങനെയാണ് അവർക്കൊപ്പം നിൽക്കുന്നത്? സ്വാതി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിന് തെറ്റുപറ്റിയിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ അടുത്ത വർഷം ഒരു കോടതിയും എതിർക്കാത്ത രീതിയിലുള്ള സമവാക്യം അല്ലെങ്കിൽ ഫോർമുല അവതരിപ്പിക്കും, അത് നടപ്പിലാക്കും എന്ന നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഉള്ളത്. പക്ഷേ അതല്ല, വിദ്യാർത്ഥികളാണ് ഇപ്പോൾ വലയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പ് വരേണ്ട ഫലം വളരെ വൈകി എത്തുന്നു. പക്ഷേ ആ എത്തിയ പട്ടിക തന്നെ ആദ്യം സംസ്ഥാന സർക്കാർ പിൻവലിക്കുന്നു. പിന്നീട് വന്ന പട്ടികയിൽ സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ 1000-ൽ ഉണ്ടായിരുന്ന റാങ്ക് പട്ടികയിൽ ആദ്യ 1000-ൽ ഉണ്ടായിരുന്ന കുട്ടി രണ്ടാമത്തെ പട്ടിക വരുമ്പോൾ 2000-ലേക്കും 3000-ലേക്കും പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നു. ഏകദേശം 1000-1500 റാങ്കിൻ്റെ വ്യതിയാനമാണ് പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സുപ്രീം കോടതിയെ സമീപിക്കുമോ എന്ന് അവർ നോക്കിയിരുന്നു. പക്ഷേ ആ ഒരു നടപടി ഉണ്ടായില്ല. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തങ്ങളുടെ ഹർജി തള്ളിയതോടുകൂടി സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം അവസാനിപ്പിച്ചു. പക്ഷേ അങ്ങനെ പോരാട്ടം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് വിദ്യാർത്ഥികൾ. അതിൻ്റെ ഭാഗമായി തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള നിയമോപദേശം ഇതിനോടകം തന്നെ വിദ്യാർത്ഥി സംഘടനകൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ സുപ്രീം കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. പക്ഷേ അതിനോടൊപ്പം തന്നെ തങ്ങൾ ഒരു ഹർജി സമർപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. ഈ കാര്യത്തിലാണ് ഇനി സംസ്ഥാന സർക്കാർ ഒരു തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള നേതൃത്വത്തിൽ അവർ സുപ്രീം കോടതിയെ സമീപിച്ചില്ല. ഇനി വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണയ്ക്കുമോ എന്നുള്ള ചോദ്യം ബാക്കി നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വലിയൊരു നിർണായക നീക്കം ഇന്ന് SFIയുടെ ഭാഗത്തുനിന്നുണ്ടായി. SFI വിദ്യാർത്ഥികളെ, സംസ്ഥാന സിലബസിലെ വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു. അതിനോടൊപ്പം തന്നെ നിയമപരമായി മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ സഹായവും ചെയ്യും എന്നാണ് SFI ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ എന്തായാലും നിയമ പോരാട്ടത്തിലേക്ക് കടന്നാലും ഇതിലൊരു ശാശ്വത പരിഹാരം സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ അടുത്ത മാസം 14-നകം എഞ്ചിനീയറിംഗ് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം. സ്വാതി. ശരി ഹാൻസ്, എന്തായാലും വിദ്യാർത്ഥികൾ വലിയ തരത്തിൽ ആശങ്കയിലാണ്. പുതിയ കീം റാങ്ക് ലിസ്റ്റ്, അതിലാണ് ഇപ്പോൾ കേരള സിലബസ് വിദ്യാർത്ഥികൾ അവരുടെ ആശങ്ക പങ്കുവെക്കുന്നത്.